ഹലോ ഗൈസ്. അപ്പോൾ ഇന്നു മുതൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ചെയ്യുവാണ്. അല്ല, ഇനി മുതൽ അങ്ങനെ ഉണ്ടാവും. ഇത്രയും ദിവസം വരെ എനിക്ക് കണ്ടന്റ് ക്ഷാമമൊന്നുമില്ല. ഇടാനുള്ളൊരു ടൈം ഇല്ലാത്ത ഒന്നാമത്തെ കാര്യം. രണ്ടാമത് സമയമില്ല. സോ ഇനി മുതൽ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് മാത്രമല്ല, വേറെ പല കണ്ടന്റുകളും ജോർജിയായിട്ട് സംബന്ധിച്ച്, അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഇവിടെ ഫേസ് ചെയ്യുന്ന മെയിൻ കൺസേൺസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ബൈ. അബ്രോഡ് പഠിക്കാൻ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ചിന്തിക്കും, നിങ്ങൾ കാണുന്ന എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കളാണ് എന്നുള്ളൊരു ചിന്ത. നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് എപ്പോഴും നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ്, ബാച്ച്മേറ്റ്സ് എപ്പോഴും ബാച്ച്മേറ്റ്സ്, റൂംമേറ്റ്സ് എപ്പോഴും റൂംമേറ്റ്സ്, കൂടെ വർക്ക് ചെയ്യുന്നവരെ കൊളീഗ്സ്. ദേ ആർ നോട്ട് യുവർ ഫ്രണ്ട്സ്. എല്ലാവരും നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കുന്നവരല്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കത് ഒരു വിഷമമായിട്ട്, അല്ലെങ്കിൽ എന്താ ഇവൻ എന്തോ തേങ്ങയാ പറയുന്നതെന്നൊരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇതാണ് സത്യാവസ്ഥ. അറ്റ് ദി എൻഡ് നിങ്ങളൊരു പോയിന്റിൽ മനസ്സിലാക്കും, ഇപ്പം നിങ്ങൾ ബുദ്ധിമുട്ടും മാനസികമായിട്ടും. പിന്നെ അതൊക്കെ സർവൈവ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ അബ്രോഡ് ലൈഫ് വിൽ ബി ബെറ്റർ, മച്ച് ബെറ്റർ ഫോർ യു ഗൈസ്. ആലോചിച്ച് നോക്ക്, 3 വർഷം കൊണ്ട് നിൽക്കുന്നതല്ലോ സംഭവം. എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കിട്ടണമെന്നില്ല. അത് നമ്മുടെ തെറ്റല്ല. മനസ്സിലായോ? എല്ലാം ശരിയാവും. LDF വരെ എല്ലാം ശരിയാവും. ഡോണ്ട് വറി. ഞാൻ LDF പ്രൊമോട്ട് ചെയ്യുന്നതല്ല. അവരത് പറഞ്ഞിട്ട് എല്ലാം ശരിയായില്ലേ? എല്ലാം ശരിയായി ഇല്ലല്ലോ. പക്ഷെ എല്ലാം ശരിയാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാര്യം ഞാനാണ് പറയുന്നത്. ഏത് ഇനി നാളെ ആട്ടുകാർ പറയരുതല്ലോ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, കാര്യങ്ങളാണോ. ഐ വാസ് മിഡിൽ ഇൻ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നിന്നെ വിളിച്ചത്. ഡേ ഇൻ മൈ ലൈഫ്. നമ്മുടെ ഈ യൂണിവേഴ്സിറ്റിയില് അയ്യോ ഞാൻ ചോദിക്കാന്ന് മറന്നുപോയി. ചോദിക്കും നമ്മുടെ ഈ യൂണിവേഴ്സിറ്റിയില് നീയാണോ നഴ്സിംഗ് പഠിക്കാൻ പോകുന്നത്? ആ സൂപ്പർ, നല്ലതായിട്ടുണ്ട്. നീ അപ്പൊ ഓർമ്മ വരുമ്പോ വിളിക്കേ. ഓക്കെ, ശരി എന്നാ.